മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരുന്നു. അദ്ദേഹത്തിന്റെ ഉത്കടമായ ആഗ്രഹം എന്താണ്? മദീന രാജ്യത്തിന്റെ പ്രതിരോധ സേനയിൽ ഒരംഗമായി രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സൈന്യത്തിൽ എന്നെ ചേർക്കുമോ നബിയെ എന്ന് ചോദിച്ചു വരുന്നത് യമനിൽ നിന്നാണ്. അന്നത്തെ കാലത്ത് യമനിൽ നിന്ന് മദീനയിൽ എത്തിച്ചേരാൻ ത്യാഗോജ്വലമായ യാത്ര തന്നെ ആവശ്യമാണ്. ആ ചെറുപ്പക്കാരനോട് മുത്തുനബി ചോദിച്ചത്, ആ ലക്ക വാലിദ, നിനക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, അയാൾ പറഞ്ഞു അതെ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയെ. ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻതലിഖ് ഫാക്രിംഹാ, നീ യമനിലേക്ക് തന്നെ തിരിച്ചു പോകുക. ആ ഉമ്മക്ക് വേണ്ട ആദരവും പരിഗണനയും പരിചരണവും കൊടുക്കുക. കാരണം ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, രാജ്യത്തിനു വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്നതിനേക്കാൾ നിന്റെ സ്വർഗം കിടക്കുന്നത് ആ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് എന്നു പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകനെ യമനിലേക്ക് മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വത്തെക്കാൾ വലുതാണ് സ്വന്തം മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം.